അങ്ങനെ ഒരു അമ്മൂമ്മ 10-40 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ മരുന്നൊക്കെ പൊടിക്കാനൊക്കെ വെച്ചിരുന്ന ഒരു കല്ലെന്ന് പറയുന്നത് ദിനോസറിൻ്റെ മുട്ടയായിരുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏജ് 6 കോടി വർഷമാണ് അല്ലെങ്കിൽ 10 കോടി വർഷമാണ് നമ്മൾ പറയുകയാണെങ്കിൽ മലയാളികളുടെ റെസ്പോൺസ് നീ വെറുതെ തള്ളുവല്ലേ, നിനക്ക് ഇതെങ്ങനെ അറിയാം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ കല്ല് വെറുക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എ മെഡിറ്റേഷൻ ആണ്. എന്താ പറയുക, നമ്മളൊക്കെ സാധാരണക്കാരും മലയാളികൾ നമുക്കൊക്കെ ഇത് പറ്റുമോ അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. ദിനോസറുകളുടെ ഒക്കെ ഫോസിലുകൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയില്ല എന്ന് പലർക്കും സംശയം ഉണ്ടായേക്കാം. ആക്ച്വലി എൻ്റെ കയ്യിലൊരു കോപ്രോലൈറ്റിൻ്റെ ഒരു സ്പെസിമെൻ ഉണ്ട്. 50 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. ടെമ്പറേച്ചറൊക്കെ എനിക്ക് തോന്നുന്നു ഒരു -10 എന്തായാലും അവിടെ ഉണ്ടാവും. നമ്മൾ കാണാതായി പോയിട്ടുണ്ട് നമ്മൾ ഒരു ദിവസത്തേക്ക്. പേഴ്സണൽ അനുഭവത്തിൽ ബെർമുഡ ട്രയാങ്കിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പാർവതി വാലി എന്ന് പറയുന്ന വില്ലേജ് ഒരു മിത്തല്ല ഒരിക്കലും. ഹായ്, എൻ്റെ പേര് ആദർശ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പക്ഷേ എൻ്റെ മുഖം കണ്ട് പരിചയം കാണാം. ഞാനൊരു ചെറിയൊരു സയൻസ് കണ്ടൻറ് ക്രിയേറ്ററാണ്. ഞാൻ യൂഷ്വലി ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്ന മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫോസിൽസിനെ കുറിച്ച് ചെയ്യാറുണ്ട്, ജിയോളജി കണ്ടൻറ് ചെയ്യാറുണ്ട്, പിന്നെ അല്ലറ ചില്ലറ അല്ലാത്ത കെമിസ്ട്രി, സയൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്ന് ഞാനിവിടെ ട്രാവലിസ്റ്റ ചാനലിൻ്റെ സ്വപ്ന സഞ്ചാരി എന്ന പരിപാടിയിൽ എങ്ങനെ വന്നു എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോസിലുകൾ തേടി അല്ലെങ്കിൽ മെറ്റീരിയലുകൾ തേടി അതുപോലെ തന്നെ ക്രിസ്റ്റലുകളൊക്കെ തേടി ഞാൻ നടത്തിയ എൻ്റെ യാത്രകളിൽ നിന്നുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാവലിസ്റ്റ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനലായിരുന്നു. ആഫ്രിക്കയിലെ ഹണ്ടിങ് വീഡിയോസൊക്കെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ യാത്രകൾക്കും ഓരോ മോട്ടീവ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ യാത്രകൾക്ക് എനിക്കെപ്പോഴും ഒരു മോട്ടീവ് ഉണ്ട്. ഞാൻ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഹാപ്പിനെസ് പാർട്ടും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. പക്ഷേ ഒരു പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ ഫോസിൽ ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കളക്ഷൻ്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്രയിൽ നീക്കി വെക്കാറുള്ളത്. അപ്പോൾ അത്തരം യാത്രകളിൽ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ട് എങ്ങനെ ഈ ഫീൽഡിലേക്കൊക്കെ വന്നു എന്നുള്ളത്. പലരും ചോദിക്കുന്നത് നിങ്ങൾ ജിയോളജി പഠിച്ച ആളാണോ എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ ജിയോളജി പഠിച്ചിട്ടില്ല. നമ്മൾ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ജനിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നമ്മൾ എന്താ പറയുക, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ താഴ്വാരത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ നാടെടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കടലൊഴിച്ച് ബാക്കിയെല്ലാം പ്രകൃതി കാണുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ കാടുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്, അതേപോലെ തന്നെ വന്യമൃഗങ്ങളും. അങ്ങനെയുള്ളൊരു നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തറവാട് എന്ന് പറയുന്നത് പുഴയുടെ തൊട്ട് കരയിലായിട്ടായിരുന്നു. ഇപ്പം നമ്മൾ താമസിക്കുന്നത് പുഴയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടിക്കാലം അധികവും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തറവാട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിലായിരിക്കും നമ്മൾ മിക്ക സമയങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പം പുഴയിൽ എൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, എനിക്ക് ചെറുപ്പത്തിലെ കല്ലുകളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എനിക്കത് വർണ്ണിക്കാൻ കഴിയില്ല. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പം പുഴയിൽ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നിലത്തോട്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കിങ്ങനെ പെറുക്കുന്ന സ്വഭാവം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, പെറുക്കുന്ന സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ കല്ലല്ലാതെ ചിപ്പികളുടെ കളക്ഷനും അങ്ങനെ നമ്മൾ നാച്ചുറൽ കാണുന്ന വുഡിൻ്റെ കളക്ഷനും നമ്മൾ കാണുന്ന എല്ലാ സാധനവും ഒരു കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഇതിലേക്ക് വരുന്നത്. നമ്മൾ പുഴയിൽ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റിയിലായിരിക്കും, ഞാൻ എൻ്റെ ആക്ടിവിറ്റിയിലായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ കല്ല് പെറുക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എ മെഡിറ്റേഷനാണ്. അതായത് എന്താ പറയുക, എനിക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ ചിലവഴിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും. ഇതൊരിക്കലും ഒരു ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്ന് നമ്മുടെ നടുവും കൈയും കാലും ഒക്കെ വേദനിക്കുന്ന ഒരു പരിപാടിയാണ്. മണിക്കൂറുകൾ ചിലപ്പം നമ്മൾ വെയിലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് കിട്ടുന്നത്, ആൾക്കാർ ചോദിക്കാറുണ്ട് ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടാറുണ്ടോ എന്നുള്ളതൊക്കെ. ഒരിക്കലും ഇത് വിലപിടിപ്പിൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കരുതാറില്ല. വില ഞാൻ ഒരിക്കലും ഇതുവരെ മാറ്റർ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ കൗതുകം തോന്നുന്നത്, അതായത് നമ്മുടെ കണ്ണിനിപ്പം ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടെങ്കിൽ നമ്മളത് എടുത്തു വെക്കും. അത്രേ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ കുറേ കാലം അങ്ങനെയായിരുന്നു ഈ പരിപാടി പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇപ്പം ഒരാളോട് നമ്മൾ ഈ കാര്യം പറയുമ്പം എനിക്കെപ്പോഴും കളിയാക്കൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം അവർക്കാർക്കും ഇത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം.
എല്ലാവരും പറയുന്നു നീ വെറുതെ കല്ല് പെറുക്കി നീ സമയം കളയുന്നു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എൻ്റെ എന്താ പറയുക നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ തന്നെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാൻ ഉത്തരമില്ലായിരുന്നു ആ ടൈമിലൊക്കെ. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യത്തിൽ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ളൊരു ബോധ്യം ഇതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതായത് ആൾക്കാർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ പരിചയത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ പുഴയിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പുഴയിലും കാട്ടിലൊക്കെ ആയിട്ട്. കല്ല് പെറുക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അവർ ഈ ലാൻഡ്സ്കേപ്പിങ്ങിനും അതുപോലെ തന്നെ ഈ ഗാർഡനിങ്ങിനൊക്കെയാണ് അവർ കല്ലെടുക്കാൻ അവർ വരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു 10 വർഷം മുന്നേ നടന്നൊരു സംഭവമാണ്. ഒരു ചേട്ടൻ വന്നു. ഞാൻ അയാളുടെ പേരൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പം പുള്ളി ഇങ്ങനെ കല്ല് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ പക്ഷേ നമുക്കറിയാലോ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ആൾക്കാർ കല്ലെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉരുളൻ കല്ലുകൾ വലുതായിരിക്കും അവർക്ക് വേണ്ടി വരിക. അവർ ചാക്കിലും ഇതിലൊക്കെ ആയിട്ടാണ് അവർ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കുന്നു, അയാളത് നോക്കിയിട്ട് കുറേ ആൾ കളയുന്നു. അങ്ങനെയൊക്കെ നമ്മളത് ശ്രദ്ധിക്കാൻ ഇടവന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ചോദിച്ചു നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ള, എനിക്കറിയാം കല്ലാണ് അയാൾ പെറുക്കുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പുഴയിൽ കാണുന്ന കല്ലുകളൊക്കെ എന്ന് പറയുന്നത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഫോം ചെയ്തിട്ട് ഒരുപാട് നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലത്ത് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. അതെനിക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കലി ഒരാൾ ആദ്യമായിട്ട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്കൊരു അർത്ഥമുണ്ടെന്ന് തോന്നി. അതായത് നമ്മളെപ്പോലെ വേറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമല്ല ഇത് ചെയ്യുന്നുള്ളേ എന്നുള്ളൊരു ചെറിയൊരു ബോധ്യം വന്നു. പിന്നെയാണ് ഞാൻ കൂടുതൽ ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അതായത് എനിക്കറിയാം ഇങ്ങനെ ഓരോ കല്ലും നമ്മൾ കാണുന്ന കല്ലുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ അതിന് എന്താ പറയുക, പുള്ളി പറഞ്ഞു തന്നതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നു. ഓർക്കുട്ട് മാറി ഫേസ്ബുക്കിലേക്ക് കടന്നു വരുന്ന ഒരു സമയം. എനിക്ക് നെറ്റ് കണക്ഷൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അന്നത്തെ യൂട്യൂബും അന്നത്തെ ഗൂഗിളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല ഒരിക്കലും. നമുക്ക് ചിന്തിക്കുന്നതിൽ ഒരുപാട് പുറകിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ അത് വെച്ചിട്ട് തന്നെ തുടങ്ങാൻ നമുക്ക് സാധിച്ചു. പിന്നെ ഫോസിലുകളിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരാളെയും പോലെ തന്നെ ഞാനും ജുറാസിക് പാർക്ക് കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഫോസിലുകൾ ഉണ്ടെന്നും ഇങ്ങനെ കുറച്ച് സംഗതികൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 5-6 വയസ്സുള്ള സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജുറാസിക് പാർക്ക് സിനിമ കാണുന്നത്. നമ്മളെ വീട്ടിലന്ന് ടി വി ഒന്നുമില്ല. നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ടായിരുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടായിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ളത്. അങ്ങനെ എനിക്ക് അച്ഛനായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഇവരെങ്ങനെ ദിനോസറിനെ ഉണ്ടാക്കി എന്നുള്ള അതിൻ്റെ ഒരു സയൻസ്. അച്ഛൻ അറിയുന്ന സയൻസിലായിരുന്നു അച്ഛൻ പറഞ്ഞു തന്നത്. അത് ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു ഓവറോൾ ഐഡിയ അന്ന് കിട്ടി. അതായത് അവർ ദിനോസറിനെ ഒരു കൊതുക് കടിച്ചെന്നും ആ കൊതുക് ഒരു മരത്തിൽ പോയിരുന്നു, അതിൻ്റെ കറയിൽ ആ കൊതുക് ട്രാപ്പായി, എന്നിട്ട് അതിൽ നിന്ന് അവർ ബ്ലഡ് എടുത്തിട്ട് ദിനോസറിനെ റീസ്ട്രക്ട് ചെയ്യൂ എന്നൊക്കെയായിരുന്നു അച്ഛൻ പറഞ്ഞു തന്നിരുന്നത്. അന്ന് മുതലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് എനിക്ക് ഇതിലേക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രോ കിട്ടിയ ഒരു സംഗതി ഓഫ് കോഴ്സ് ജുറാസിക് പാർക്ക് തന്നെയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമുക്കൊക്കെ പറ്റുമോ ഇത്? എന്താ പറയുക, നമ്മളൊക്കെ സാധാരണക്കാരും മലയാളികൾ, നമുക്കൊക്കെ ഇത് പറ്റുമോ? അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഡിസ്കവറിയിലൊക്കെ ഡൈനോ ഹണ്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ കാണാറുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെ അങ്ങനെ ഒരു സാധനം നമ്മളിവിടെയും കണ്ടിട്ടില്ല. നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഫോറിനേഴ്സ് മാത്രമാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ധാരണയിലായിരുന്നു ഞാനും എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലായി ഈ സംഗതികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തുമൊക്കെ കാണുന്നത് തന്നെയാണ്. നമ്മൾ അത് നോക്കാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളൊക്കെ യൂട്യൂബിൽ മറ്റേ ഇംഗ്ലീഷുകാരുടെ ഷോർട്സ് കണ്ടിട്ടില്ലേ? അവരൊരു ഉരുളൻകല്ലെടുക്കുന്നു, അത് ഇടിച്ച് പൊട്ടിക്കുന്നു, അതിനകത്തൊരു തേരട്ടെ പോലുള്ളൊരു സാധനം കിടക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ആ കണ്ടതൊരു ഫോസിലാണ്. ഞാൻ ഇതേ സാധനം ഈ വീഡിയോ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് ഈ അട്ട എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്, ഇതെന്താണ് സാധനം? അങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു ഫോസിലാണ് നിങ്ങൾ കണ്ടത്. അമോണേറ്റ് എന്ന് പറയുന്ന ജീവിയുടെ ഒരു ഫോസിലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏജ് 6 കോടി വർഷമാണ് അല്ലെങ്കിൽ 10 കോടി വർഷമാണ് നമ്മൾ പറയുകയാണെങ്കിൽ മലയാളികളുടെ റെസ്പോൺസ് നീ വെറുതെ തള്ളുവല്ലേ, നിനക്ക് ഇതെങ്ങനെ അറിയാം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊരിക്കലും മലയാളികളുടെയോ അല്ലെങ്കിൽ നമ്മളുടെയോ കുറ്റമല്ല. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. കാരണം നമ്മുടെ നേച്ചറിൽ ഈ സാധനങ്ങൾ കാണുന്നില്ല. അത് കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ബോധേഡല്ല. അതേസമയം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് ഫോസിലുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന. നമ്മളെ ട്രിച്ചി ഏരിയയിലൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊരു സമയത്ത് അവിടെ കടലായിരുന്നു. കടൽ മാറിപ്പോയിട്ടാണ് ആ കരയൊക്കെ അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്.
അതാണ് അതിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് കാരണം തന്നെ കടലിൽ ജീവിച്ച ഒരുപാട് ജീവികൾ നമുക്ക് ഇന്നും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഫോസിലുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ നമ്മൾ നല്ല പ്രായമായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഈ സാധനം കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് അമോണൈറ്റ് ആണ്, ഇത് ബെലമിനേറ്റ് ആണ്, ഇത് 10 കോടി വർഷം പഴക്കമുണ്ട്, 12 കോടി ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. കാരണം ഇത് എഡ്യൂക്കേഷനോ ലിറ്ററസിയോ അല്ല. നമ്മൾ ഈ സാധനങ്ങൾ എത്ര കൂടുതൽ കാണുന്നു, എത്ര ഇതിനെ പരിചയപ്പെടുന്നു, അതിലാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലില്ലെന്ന് കരുതി നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് പഠിക്കരുതെന്നോ നമ്മളിത് അറിയേണ്ടെന്നോ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭയങ്കര യങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദിനോസറുകളുടെയൊക്കെ ഫോസിലുകൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയില്ല എന്ന് പലർക്കും സംശയം ഉണ്ടായേക്കാം. കാരണം ഒറ്റ കാരണേയുള്ളൂ, കേരളം ഫോം ചെയ്തത് ദിനോസറുകൾ എക്സ്റ്റിൻ്റ് ആയതിന് ശേഷമാണ്. നമുക്കെല്ലാവർക്കും അറിയാം 6 കോടി വർഷം മുന്നേ ഒരു ഉൽക്ക വന്ന് പതിച്ചിട്ടാണ് ഇവിടുത്തെ ദിനോസറുകളൊക്കെ നശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മുടെ കേരളം ഉണ്ടായിട്ടുള്ളത്. അത് കാരണമാണ് നമുക്കിവിടെ കേരളത്തിൽ ദിനോസറിൻ്റെ ഫോസിലുകൾ നമുക്കില്ല. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമോണൈറ്റ്, നമ്മുടെ ഉരുളൻകല്ലിൽ നിന്ന് കിട്ടുന്ന ജീവി, അത് നമുക്ക് ഇവിടെ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. ഇവിടെ വർക്കലയിലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ജിയോളജിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട് അതിവിടെ കാണാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇല്ലെന്ന് കരുതി ഒരിക്കലും അത് ആ സാധനം അവിടെ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് ഒരാളത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് നമ്മളത് ഇല്ലെന്ന് നമ്മളിപ്പോഴും പറയുന്നു. അങ്ങനെ അതിന് അർത്ഥമുള്ളൂ. അതേസമയം നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ മധ്യപ്രദേശിലൊക്കെ മൊറീന എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പണ്ട് മുതലേ ചില അമ്മൂമ്മമാർ മറ്റേ മുറുക്കാനിടിക്കാനൊക്കെ ചില കല്ലുകളൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കും. അവരതിൻ്റെ ഒരു ഷേപ്പും ടെക്സ്ചറൊക്കെ കണ്ടിട്ടായിരിക്കാം അത് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ അടുത്തൊരു ന്യൂസ് കണ്ടിരുന്നു. അങ്ങനെ ഒരു അമ്മൂമ്മ 10-40 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ മരുന്നൊക്കെ പൊടിക്കാനൊക്കെ വെച്ചിരുന്ന ഒരു കല്ലെന്ന് പറയുന്നത് ദിനോസറിൻ്റെ മുട്ടയായിരുന്നു എന്നുള്ളത്. അത് നമുക്കറിയാം മുട്ട ഭയങ്കര ഫ്രാജൈലായിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്കറിയാം. അതെങ്ങനെ അത് വെച്ചിട്ട് അവരിത് ചെയ്യുന്നു എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോസിലുകൾ എന്ന് പറയുമ്പം ബേസിക്കലി എല്ലാ ഫോസിലുകളും എന്ന് പറയുന്നത് കല്ലുകളാണ്. നമ്മളിപ്പോൾ ദിനോസറിൻ്റെ എല്ല് കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും എന്താ പറയുക, നമ്മളിപ്പം കഴിക്കുന്ന കോഴിയുടെ പോലത്തെ ഒരു എല്ലാണ് നിങ്ങൾ കരുതരുത്. അത് എന്താ പറയുക, അതൊരു കാലത്തല്ലായിരുന്നു, ഇന്നതൊരു കല്ല് മാത്രമാണ്. അതുപോലെ പല തരത്തിലുള്ള ഫോസിലുകളുണ്ട്. ഞാനിപ്പം പറഞ്ഞുള്ള ദിനോസറിൻ്റെ മുട്ട അതേപോലെ തന്നെ ഫോസിലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു ഉരുളൻകല്ല് പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് എന്താ പറയുക, അതിനകത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഫോസിലുകൾ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ പല്ലുകൾ ഫോസിലാവും. പകരം സ്രാവിൻ്റെ പല്ലുകളാണ് നമുക്ക്, പല്ലുകൾ മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചുരുക്കം ചില കേസുകളിൽ നമുക്ക് എൻറ്റയർ സ്കെൽട്ടനൊക്കെ കിട്ടിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് സ്രാവിൻ്റെ പല്ലുകളാണ് ഫോസിലൈസ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് കോപ്രോലൈറ്റ് എന്ന് പറയുന്നത്. കോപ്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീട്ടയില്ലേ, നമ്മുടെ തീട്ടം തന്നെ, തീട്ടം ഫോസിലൈസ് ആവാറുണ്ട്. അതിനെയാണ് നമ്മൾ കോപ്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. കോപ്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമൽ അതിൻ്റെ എക്സ്ക്രീറ്റ പുറത്ത് വിടുന്നു, എന്നിട്ട് അത് സെഡിമെൻറ്റ്സ് വന്ന് മൂടിയിട്ട് അതിൽ മിനറലൈസേഷൻ വന്നിട്ട് അത് ഫോസിലാവുന്നതാണ് കോപ്രോലൈറ്റ് എന്ന് പറയുന്നത്. കോപ്രോലൈറ്റ് ഒരുപാട് എന്താ പറയുക, ഭയങ്കര നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു സംഗതിയാണ്. കോപ്രോലൈറ്റ് നമ്മൾ ഇപ്പം ഐസോട്ടോപ്പിക് അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആ ജീവി എന്തിനൊക്കെ കഴിച്ചു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ചില കോപ്രോലൈറ്റ്സിൽ ഇപ്പം ചില എല്ലുകൾ ദഹിച്ചില്ല എന്ന് കൂട്ടിക്കോ, ആ ജീവി കഴിച്ച ഏതോ ജീവിയുടെ എല്ലുകൾ ദഹിക്കാതെ അതിൻ്റെ ഷിറ്റിൻ്റെ കൂടെ തന്നെ അത് പുറത്തേക്ക് വന്നു. അതങ്ങനെ തന്നെ ഫോസിലൈസ് ആയിട്ടുള്ളതും കാണാറുണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ചിക്കൻ കഴിച്ചിട്ട് എൻ്റെ കോപ്രോലൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ച ആ ചിക്കൻ്റെ എല്ല് അതിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഫോസിലുകൾ എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ളതുണ്ട്. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കോപ്രോലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്കിപ്പം എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി എൻ്റെ കയ്യിലൊരു കോപ്രോലൈറ്റിൻ്റെ ഒരു സ്പെസിമെൻ ഉണ്ട്. മഡഗാസ്കറിൽ നിന്ന് ഒരു ആമയുടെയാണ് സംഗതി. ഒരു 50 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ കോപ്രോലൈറ്റിൻ്റെ വേൾഡിൽ പറയുകയാണെങ്കിൽ അതൊന്നുമല്ല. നമ്മുടെ ഈ ഡൈനോ കോപ്രോലൈറ്റും അതുപോലെ തന്നെ പഴയ മനുഷ്യന്മാരുടെ കോപ്രോലൈറ്റ് വരെ നമ്മുടെ കയ്യിൽ ഫോസിലൈസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളത് തീട്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് തള്ളിക്കളയേണ്ട കാര്യമില്ല. അത് ബേസിക്കലി അത് കല്ലാണ്. ഇപ്പം നമുക്കത് ഹാർഡായിട്ടുള്ളൊരു കല്ലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഷേപ്പും ടെക്സ്ചർ എന്ന് പറയുന്നത് അതിൻ്റെ അതേത് തന്നെ. അതാണ് കോപ്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫോസിൽസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇതുള്ള സ്ഥലങ്ങളിൽ പോയിട്ടേ നടക്കൂ എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. കാരണം നമുക്കൊരു ബേസിക്സ് കിട്ടി. നമുക്ക് ഇതെന്താണ്, ഇതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്കത് ബിൽഡ് ചെയ്ത് തന്നു. പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായ സമയത്താണ് ഞാൻ അത്യാവശ്യം യാത്രകൾ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീട് ചെയ്ത യാത്രകളൊക്കെ എന്ന് പറയുന്നത്
ഒരിക്കലും നമുക്ക് ഫോസിൽ മാത്രം തപ്പി നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതിന് മാത്രമുള്ള ഇൻകം ഒന്നും നമുക്കിതുവരെ ആയിട്ടില്ല. പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിനും ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇതും കൂടെ നടക്കാവുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് പിന്നീട് നമ്മൾ നമ്മുടെ എല്ലാ ലൊക്കേഷൻസും തീരുമാനിച്ചിട്ടുള്ളത്. യാത്രകളെന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും ഒരു ഗ്രൂപ്പുമായിട്ട് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റാത്ത ഒരാളാണ് ഞാൻ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങ് സിങ്ക് ചെയ്ത് പോകാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രിഫർ ചെയ്തിരുന്നു ഒരു സമയത്ത്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ നോർത്തിലൊക്കെ വന്നിട്ട് ഒരു 2 ആഴ്ച, 1 മാസമൊക്കെ നിന്നിട്ടുള്ള ഒരു ഫ്രണ്ടിനെ പിന്നീട് ഞാൻ അടുത്ത യാത്രയ്ക്ക് ഞാൻ കൂട്ടാറില്ല. കാരണം ഇതൊക്കെ തന്നെയാണ്. എനിക്കുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എനിക്കുള്ള ഈ പരിപാടികളൊക്കെ പുള്ളിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം അവിടെ മടുപ്പുണ്ടാവും. അതിൻ്റെ പേരിൽ ആർഗ്യുമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ഒരാൾക്ക് നമ്മൾ ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾക്കത് ഇല്ലെന്നുള്ളത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അടുത്ത ട്രിപ്പിന് അടുത്ത ആളെയായിരിക്കും നമ്മൾ കൂട്ടുന്നത്. കുറേയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഈ വകയിലുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പിന്നീട് യാത്രകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം സ്പിറ്റിയിലൊക്കെ ലാങ്സയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടുത്തെ അരുവിയിലും അവിടുത്തെ പുഴയിലൊക്കെ ആയിട്ട് ഇത് പെറുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളവിടെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് നമുക്ക് ഒരുമിച്ചിട്ട്, അതായത് നമ്മളെപ്പോലെ അതേ മൈൻഡുള്ള ഒരാളെ നമ്മൾ അവിടുന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു മേഖല കൂടിയാണിത്. എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി നമുക്ക് ഫോസിൽസ് നമുക്ക് കിട്ടിയത് എക്സ്ചേഞ്ച് ചെയ്യാനും വിൽക്കാനും വാങ്ങാനും ഒക്കെ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി കൂടെ ഇതിലുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കൂടുതൽ യാത്രകൾ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും IT ആണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസം തന്നെ ഞങ്ങൾ പല യാത്രകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വൈഫിനെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുകയാണെങ്കിൽ ആൾ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാനുള്ള സന്മനസ്സ് കാണിക്കാറുണ്ട്. അതായത് ഇപ്പം ഞാനിപ്പം പുഴയിലിരുന്ന് കല്ല് പെറുക്കുവാണെങ്കിൽ ഒരു ഫ്രണ്ട് വന്നിട്ട് വാടാ കയറിപ്പോ എന്ന് പറയുകയാണെങ്കിൽ ഇവൾ പൊതുവേ അത് പറയാറില്ല. അവൾ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് അവൾ ഫോൺ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ സമയമാകുമ്പോൾ ഞാൻ കയറിപ്പോവും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സ് കാണിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കമ്പാനിയൻ വേറെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഐ മീൻ യാത്രയിലുള്ള ഒരു കമ്പാനിയൻ അതെനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം നമ്മൾ കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അറേഞ്ച്ഡ് മാരേജ് ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് കുറേ യാത്ര ചെയ്തിട്ട് തന്നെയാണ് പരസ്പരം മനസ്സിലാക്കിയതും പിന്നീട് കല്യാണത്തിലേക്കൊക്കെ പോയിട്ടുള്ളതും. ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നമ്മുടെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയ ഒരുപാട് യാത്രകളുടെ കഥകൾ പറയാനുണ്ട്. 2019 ഞങ്ങൾ ഹിമാചലിലെ പാർവതി വാലിയിലുള്ള കൽഗ വില്ലേജ്, ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരണം. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഇന്ന് പോയില്ലെങ്കിൽ നമുക്ക് നാളെ ട്രെയിൻ മിസ്സാവും, നമുക്ക് നാട്ടിലെത്താൻ പറ്റില്ല, നമുക്ക് തിരിച്ച് ജോലിക്ക് കയറണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ആ ഒരു സമയത്ത് അവിടെ അന്ന് പെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മഞ്ഞ് വീഴ്ചയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. വില്ലേജസ് ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പോവല്ലേ പോവല്ലേ എന്ന് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ പണിയാണ്. ലീവൊക്കെ ക്യാൻസൽ ആകാൻ പോവാണ്, ട്രെയിൻ മിസ്സാവും, നാട്ടിലെത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. അന്ന് ആകെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡിക്കാത്ലോണിൻ്റെ ഒരു വാക്കിംഗ് പോളില്ലേ, മറ്റേ ട്രക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവളത് വാങ്ങിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണേ വല്ല വടിയെടുത്താൽ അപ്പോൾ എന്തിനാ പൈസ കളയുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരൊറ്റ സാധനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതും കുത്തി കയ്യും പിടിച്ച് എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ അന്ന് താഴെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലൊന്ന് സിങ്ക് ആവാനുള്ള ഒരു ഇൻസിഡൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളതും. പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യത്തിന് പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ്. അത് കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു കമ്പാനിയനെ നോക്കി പോകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടക്കുന്നുണ്ട്. എനിക്കിപ്പം കല്ല് പെറുക്കാനാണെങ്കിലും ഫോസിൽ തപ്പാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ഇവളോടുള്ള വേറൊരു ഒരു ദേഷ്യമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെയും അറിവില്ലായ്മയാണ്, അവളുടെ അറിവില്ലായ്മയാണ്. ഒരു സംഗതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ലങ്കാവിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കല്ല് കിട്ടി. അതായത് കടലിൽ നിന്നാണ് കിട്ടിയത്. ഐലൻഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയ ഒരു കല്ലായിരുന്നു. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് കുറേ ബ്ലാക്ക് സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക, കുറേ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ളൊരു കല്ല്. അപ്പോൾ എനിക്കത് കൗതുകം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കൗതുകം തോന്നുന്ന എല്ലാ സാധനവും നമുക്ക് എടുത്തു വെക്കാം എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ. ഞാനത് എടുത്തു വെച്ചു. ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു നമ്മളതിൻ്റെ.
അങ്ങനെ കല്ലൊക്കെ എടുത്ത് നമ്മൾ റൂമിലൊക്കെ പോയി. ഞാനന്ന് വാഷ്റൂമിലിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു. നമ്മളെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി അവിടെ വെച്ചു. നാട്ടിലേക്ക് വരുമ്പോൾ എടുക്കാമെന്നുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവുന്ന 5, 6 കിലോ കല്ല് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. 5, 6 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറവായിരിക്കും. ഞങ്ങൾ 10, 12 കിലോ കല്ലുകളൊക്കെ കൊണ്ടുവന്ന ഫോറിൻ ട്രിപ്സിൽ വരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന ട്രിപ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവള് ആ കല്ലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് റോഡിൻ്റെ പീസാണെന്ന് ഇവള് പറയുന്നത്. അതായത് നമ്മുടെ റോഡ് പണി കഴിഞ്ഞ് ടാറിൻ്റെ ഒക്കെ ഒരു പീസാണിത്. ഇത് അവിടെ ഇട്ടേക്കെന്ന് പറഞ്ഞു. ഞാനത് കൂടുതൽ ചിന്തിക്കാൻ പോയില്ല. ഞാനതവിടെ ഇട്ടു. പിന്നീട് നാട്ടിൽ വന്നിട്ട് ഒരു ഫ്രണ്ടിന് ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് പറയുന്നത്, അത് ആക്ച്വലി ഒരു ഫോസിലായിരുന്നു. ഒരു ഫോസിലല്ല, ഒരുപാട് ജീവികളുടെ ഫോസിലിൻ്റെ ഒരു ക്ലസ്റ്ററായിരുന്നു ആ സാധനം. നമ്മൾ ആ വാഷ്റൂമിൽ അത് ചുമ്മാ ഇട്ടിട്ട് പോകുന്നു. അത് ഞാനായിരുന്നെങ്കിൽ എനിക്കത് കൗതുകം തോന്നി. അപ്പോൾ ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അത് ഇനിയിപ്പോൾ അത് റോഡിൻ്റെ പീസായി കൂടെന്നില്ലല്ലോ. പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മളെ ഒരു ഐലൻഡിലുള്ള ഒരു ബീച്ചിൽ എങ്ങനെ ഈ റോഡിൻ്റെ പീസ് വന്നു? അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വരാമല്ലോ, നമ്മളെ ബീച്ചാണല്ലോ, ബീച്ചിൽ വേസ്റ്റൊക്കെ വന്ന് അടിയുന്നതാണ്. അങ്ങനെ കരുതി നമുക്ക് അങ്ങനെ ഒരു ഇവള് കാരണം ഒരു പണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വില്ലേജിൽ ജനിച്ചു വളർന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലും വില്ലേജിലേക്കുള്ള യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് സിറ്റി സ്കേപ്സ് ഒന്നും എനിക്ക് തീരെ തീരെ പിടിക്കാത്ത ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ഫോസിലെന്ന് പറയുമ്പം ഇതെപ്പോഴും വില്ലേജുകളിലാണ് ഈ സാധനം കിട്ടുന്നത്. ഒരിക്കലും നമുക്ക് സിറ്റിയിലൊന്നും ഈ സാധനം കിട്ടില്ല. കിട്ടും, നമ്മൾ സിറ്റിയിലൊക്കെയുള്ള ബീച്ചുകളിലൊക്കെ നമ്മൾ തിരഞ്ഞ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ഈ സാധനങ്ങൾ വില്ലേജിലാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ വില്ലേജ് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴിയാണെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു ട്രൂ വില്ലേജ് അല്ല. നമ്മൾ ശരിയായിട്ടുള്ളൊരു വില്ലേജ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മളൊക്കെ പട്ടണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ഒരിക്കലും എന്താ പറയുക, ഒരു അർബൻ ലൈഫ് സ്റ്റൈലാണ് നമ്മളെയൊക്കെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വില്ലേജ് എന്ന് പറയുമ്പം നമുക്കിപ്പം നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു പനി വന്നാൽ നമുക്ക് 1, 2 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്താൽ തന്നെ നമുക്ക് ഡോക്ടറിനെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ ഈ ഡെൻറ്റിസ്റ്റുകളുടെ ഈ സംരംഭങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പനി വന്നാൽ 1, 2 മണിക്കൂർ ചിലപ്പോൾ റോഡ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് നടന്നു പോകേണ്ടി വരും. പല്ല് വേദന വന്നാൽ 4, 5 മണിക്കൂർ പോകേണ്ട സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവർ വില്ലേജസ് ആയിട്ട് അവർ കണക്കാക്കുന്നത്. അവരുടെ കൺസെപ്റ്റിൽ ഇപ്പം 1 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റുമെങ്കിൽ അതൊരു പട്ടണമാണ്, അത് വില്ലേജ് അല്ല. പുറത്തൊക്കെ അങ്ങനെയാണ് ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഉള്ള അവസരങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 1.5, 2 മാസം മുന്നേ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഹിമാചലിലായിരുന്നു. ഹിമാചലിൽ വെച്ചിട്ട് എനിക്കൊരു പല്ല് വേദന വന്നു. പല്ല് വേദന എന്ന് പറയുമ്പം കുറച്ച് പ്രശ്നമായിരുന്നു. വായിനകത്ത് ഒരു എല്ലിനിടയിൽ പല്ല് കുടുങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പല്ല് വേദന എന്ന് വെച്ചാൽ ഭയങ്കര പല്ല് വേദന. നമുക്കത് എൻ്റെ കയ്യിൽ പെയിൻ കില്ലറൊക്കെ ഉണ്ടായിരുന്നു. മെഫ്താൽ ഫോർട്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കുടിച്ചു, എന്നിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെയുള്ളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കൊന്ന് ഡോക്ടറെ കാണണം, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇവിടുന്ന് ടാക്സി വിളിക്കണം, 4 മണിക്കൂർ യാത്ര ചെയ്താൽ കുല്ലു എന്ന് പറയുന്ന ടൗണിലെത്തും, അവിടെയാണ് ഡെൻറ്റിസ്റ്റ് ഉള്ളതെന്നാണ് പുള്ളി പറയുന്നത്. ഈ 4 മണിക്കൂർ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 1 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് വേണം താഴെ ഇറങ്ങി റോഡിലെത്താൻ. അതായത് മൊത്തം 5 മണിക്കൂർ. അതേസമയം ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് പോയിട്ട് അത്രയേ ഉള്ളൂ പരിപാടി. ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഭയങ്കര മനുഷ്യരെങ്ങനെ ജീവിച്ച് കളയുന്നുള്ളത്. പക്ഷെ നമ്മളെക്കാൾ വൃത്തിയുള്ള കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻസ് അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഹെൽത്ത് കെയറിൻ്റെ മാത്രമേ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് വില്ലേജ് എന്ന് പറയുമ്പം. അപ്പോൾ ഇങ്ങനെയുള്ള വില്ലേജുകളിൽ താമസിച്ചും ഇങ്ങനെയുള്ള വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്താലും മാത്രമേ നമുക്ക് ഈ ഫോസിലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് ഹിമാചലിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ആദ്യത്തെ നേരത്തെ പറഞ്ഞ അമോണേറ്റ് എനിക്ക് ആദ്യം കിട്ടിയത് ലാങ്സ എന്ന് പറയുന്ന വില്ലേജിൽ നിന്നായിരുന്നു, നമ്മുടെ സ്പിറ്റി വാലിയിൽ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് അമോണേറ്റ് വേറെ എവിടെ കിട്ടും എന്നുള്ളത്. സൻസ്കാർ വാലിയിലൊക്കെ സാധനങ്ങളുണ്ട്. ഈ പറയുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വില്ലേജസ് ആണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, നേപ്പാളിൽ കുറേ വില്ലേജസിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഒരു അടിപൊളി അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിൽ നമ്മൾ ക്രാബി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഓരോ യാത്ര പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്നും കൂടെ ആലോചിച്ചിട്ടാണ് ഓരോ സ്ഥലവും ഫിക്സ് ചെയ്യാറുള്ളത്. നമുക്കിപ്പോൾ തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ ആദ്യം പട്ടായ, ബാങ്കോക്ക് അതൊക്കെയാണല്ലോ എല്ലാവരുടെയും ഓപ്ഷൻ. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ക്രാബി സെലക്ട് ചെയ്യാനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ക്രാബി മൊത്തം ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. അപ്പം ഇതൊക്കെ ഈ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാം ലൈംസ്റ്റോണിൻ്റെ ഫോർമേഷൻസ് ആണ്. ലൈംസ്റ്റോൺ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ട് ഉയർന്നു വന്നിട്ട് മലകളായിട്ടുള്ള സ്ഥലം. അപ്പോൾ അതിൽ ഫോസിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിലൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ക്രാബി ചൂസ് ചെയ്യുന്നത് തായ്ലൻഡിൽ പോകാൻ. ക്രാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിൻ്റെ ഒരു എന്താ പറയുക,
ഒരു അടഞ്ഞ ഒരു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തായ്ലൻഡിൻ്റെ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു ഒരു എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അത് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ക്രാബിയിൽ പക്ഷേ ഒരുപാട് ഈ നമ്മൾ ബാങ്കോക്കിലൊക്കെ പോലെ കാണുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1, 2 ദിവസം അവിടെ നിന്നൊക്കെ നമ്മൾ കറങ്ങി. പിന്നെ ഞങ്ങളൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ വില്ലേജസിലേക്ക് നമുക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നമ്മൾ ജിയോളജി ഹാമറും ചിസലും ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫോറിൻ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 20, 25 കിലോമീറ്ററൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തായ്ലൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് വരെ കണ്ട തായ്ലൻഡ് അല്ല. ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എന്താ വില്ലേജ് ഒരു കൺസെപ്റ്റ് നമുക്കില്ല. മൊത്തം സിറ്റീസ് ആണല്ലോ. അതായത് ബീച്ചസ് ഉണ്ട്, ഈ നൈറ്റ് ലൈഫ്, പാർട്ടി ഇതൊക്കെയാണ് നമുക്കറിയുന്ന തായ്ലൻഡ്. പക്ഷേ നമ്മൾ കണ്ടത് വേറൊരു തായ്ലൻഡ് ആയിരുന്നു. അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10, 70 വയസ്സുള്ള അമ്മൂമ്മമാരൊക്കെ ബൈക്ക് ഓടിച്ച് പോകുന്നു. അങ്ങനെ നമുക്ക് തോന്നുന്നു അഡ്വാൻസ് ആയിട്ടുള്ളൊരു വില്ലേജ് എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര പ്രായമുള്ള ആൾക്കാർ സ്കൂട്ടർ പോലും ഓടിക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷെ അവിടെ ബൈക്കാണ് ഓടിക്കുന്നത്. അതും ഗിയറുള്ള സാധനങ്ങളൊക്കെ ഓടിക്കുന്ന അമ്മൂമ്മമാർ, അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ. ഇതൊക്കെയാണ് നമ്മളവിടെ കണ്ട കാഴ്ചകൾ. അപ്പോൾ നമ്മൾ പക്ഷേ ഇവരൊക്കെ നമ്മുടെ ഒരു വേറൊരു കണ്ണോടെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു രൂക്ഷമായിട്ട്. എനിക്ക് തോന്നുന്നു ആരും അങ്ങോട്ടൊന്നും അങ്ങനെ കയറി ചെന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ റോഡുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റോഡുകളായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ എന്താ പറയുക, നമ്മളെ നാട്ടിലൊരു വില്ലേജ് റോഡ് പോലെയല്ല. നമ്മളെ നാട്ടിലൊരു ഹൈവേ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള അങ്ങനെയുള്ള റോഡുകളായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പനകളില്ലേ, പനകളിൻ്റെ നടുവിലൂടെയുള്ള റോഡുകൾ, അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഞങ്ങൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ മൗണ്ടൻ റേഞ്ചസ് അതിങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം, സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ മുന്നേ ആവോങ്നാം ബീച്ചിലൊക്കെ പോയ സമയത്തൊക്കെ നമുക്കവിടെ നമ്മുടെ മുന്നിൽ തന്നെ ഈ മലനിരകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഫോസിൽ എടുക്കണമെങ്കിൽ നമ്മൾ ചിസൽ വെച്ചിട്ട് ഹാമർ കൊണ്ട് അടിച്ച് പൊട്ടിച്ചിട്ട് വേണം പുറത്തെടുക്കാൻ. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജസിലേക്ക് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ വില്ലേജസിലേക്ക് പോയി ഒരു സ്ഥലമെത്തി. അതായത് നമ്മളിപ്പോൾ റോഡാണെങ്കിൽ റോഡിൽ നിന്ന് നമുക്ക് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് നമുക്ക് നടന്നു പോയിട്ട് ഈ സ്ഥലം നോക്കി കാണാൻ പറ്റുന്ന ഒരു മലയുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഹാമറും ചിസലും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ മലയുടെ സൈഡിലേക്ക് പോയി. ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ പരിപാടി തുടർന്നു. അങ്ങനെ ആദ്യം വന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി. അതായത് ആ നോട്ടം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയുക, കുറേ ദൂരെ നിന്നിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല ആ സമയത്ത്. കാരണം തായ്ലൻഡ് ആണല്ലോ, തായ്ലൻഡ് ടൂറിസത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആ പയ്യൻ വന്ന് കുറച്ച് നേരം നമ്മളെ തന്നെ നോക്കിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വന്നിങ്ങനെ നമ്മളെ നോക്കുന്നു. അപ്പം എൻ്റെ വൈഫിന് പേടിയായി. വൈഫ് പറഞ്ഞു, ഇത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പ്രശ്നമല്ല, ഇത് ഇവിടെ ഒന്നും ആരും ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല, ഇവന്മാർ മലയിൽ എന്താ കാണിക്കുന്നത്, അത് കാണാൻ വന്നതായിരിക്കും ഇവന്മാർ, അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം കുറേ വില്ലേജേഴ്സിൻ്റെ എണ്ണം കൂടി. ഈ പറഞ്ഞ പോലെ തന്നെ ബൈക്കുകളുടെയും ഈ കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വന്നു. നമ്മൾ വന്നത് അവരുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത്രയും ആൾക്കാർ പെട്ടെന്ന് വന്നു അവിടെ. അങ്ങനെ പ്രശ്നമായി. അപ്പോൾ അവർ പറയുന്ന ഭാഷ എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന ഭാഷ അവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ എന്തിനാ അവിടെ ചെന്നു എന്നുള്ളത്, കാരണം അവർ കണ്ടിട്ടില്ല ഇന്നേ വരെ ഒരാളും ഹാമറും ചിസലും വന്നിട്ട് അവരുടെ നാട്ടിലുള്ള ഒരു മല വന്നിട്ട് ഇടിക്കുന്നു. കാരണം നമ്മുടെ ഫേസ് കണ്ടാൽ അറിയാം നമ്മൾ ഇന്ത്യൻസ് ആണ്, ഫോറിനേഴ്സ് ആണെന്ന് അറിയാം. അവർക്ക് അതായിരുന്നു അവരുടെ പ്രശ്നം. ഇപ്പം നമ്മുടെ നാട്ടിൽ പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ നാട്ടിലൊരു മല കുത്തി തുറക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും പ്രതികരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി. അങ്ങനെ എങ്ങനെ ഇത് സംസാരിച്ചിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു കാര്യം നമുക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ കൂടെ ഒരു ലേഡി ഉണ്ട്. അപ്പം അവർക്ക് എന്തൊക്കെയോ തോന്നിയതായിരിക്കാം. അങ്ങനെ ഇംഗ്ലീഷ് അറിയുന്ന 2, 3 പേര് പിന്നെ വന്നു, ചെറുപ്പക്കാർ. അതും അവർ വൃത്തിക്കൊന്നും ഇംഗ്ലീഷ് പറയില്ല, കുറച്ചൊക്കെ അവർക്കറിയാം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനിത് എത്ര ഫോസിലാണ്, ജിയോളജിയാണ്, കല്ലാണ്, മലയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല. അവർ പിന്നെ അതാ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? അതായത് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്ക് പോലും ഈ സാധനം കൺവേ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ 1, 2 റീലെടുത്ത് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ. ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് തേടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു ലാസ്റ്റ്. അങ്ങനെ അവർ കൺവിൻസ് ഒന്നും ആയില്ല. പിന്നെ അവർക്ക് മനസ്സിലായി അവർക്കറിയാത്ത എന്തോ പോയിന്റ് ഇതിലുണ്ട്. അപ്പോൾ ഇയാൾ അത് തേടിയിട്ട് വിദേശത്തുനിന്ന് വന്ന ഒരാളാണ്
എന്നൊരു കാര്യം മനസ്സിലായപ്പം അവർ പോയി കളാൻ പറഞ്ഞു. നമുക്ക് ദേഹോദ്രവവും ഒന്നും പറ്റിയിട്ടില്ല. പീസ്ഫുള്ളി തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എൻ്റെ ഈ ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ എന്താ പറയുക, നമ്മളേറ്റവും പേടിച്ചിട്ടില്ല. പേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ച് പേടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ. കുറച്ച് നമ്മൾ പണിയായിപ്പോയ ഒരു സിറ്റുവേഷൻ അതാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഒരു രസകരമായിട്ടുള്ള വേറൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ കാണാതായി പോയിട്ടുണ്ട് നമ്മളെ ഒരു ദിവസത്തേക്ക്. അത് നമ്മൾ തന്നെ വേറെ ആരും കണ്ടുപിടിച്ചതല്ല. നമ്മൾ തന്നെ തിരിച്ചു വന്നതാണ് വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട്. നടക്കുന്നത് 2023 വിൻ്ററിലാണ് നടക്കുന്നത്. ഒരു ജാനുവരി മാസത്തിലായിരുന്നു. ഞാനുണ്ടായിരുന്നു, എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കിരൺ. അതായത് പുള്ളി ഹിമാചലിലെ ലോക്കലാണ്. അപ്പം പുള്ളി ട്രക്ക് ലീഡർ ഒന്നുമല്ല, പക്ഷേ ട്രക്കിങ്ങൊക്കെ അത്യാവശ്യം എന്താ പറയുക, നമ്മളെപ്പോലെ സ്വന്തം വില്ലേജിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. വില്ലേജിൽ ഇങ്ങനെ ട്രക്കൊക്കെ ചെയ്ത് നടക്കുന്ന അങ്ങനെ ഒരാൾ. ഞാനവനെ ബൈജി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാനും അവനും ഇവളും കൂടെ, നമുക്കന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അന്ന് ഇയാളുടെ പ്ലാനായിരുന്നു നമുക്ക് മേലെ, അതായത് ബുൻബുനി എന്ന് പറയുന്ന ഒരു ട്രക്ക് ഉണ്ട് അവിടെ. അതായത് ഈ കീർഗംഗയൊക്കെ കേട്ടിട്ടില്ലേ? കീർഗംഗയിൽ വേറൊരു സൈഡാണ്, പക്ഷേ അതിലും കുറച്ചുകൂടെ ഉയരത്തിലുള്ള ഒരു സ്ഥലം. നമുക്ക് ബുൻബുനി പോയിട്ട് മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് മെറ്റിയോർ തപ്പാന്ന് പറഞ്ഞിട്ട് ഇയാളായിരുന്നു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മൾ ഇറങ്ങിയത് ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇറങ്ങിയത്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പോണോ അല്ലെങ്കിൽ തിരിച്ചു വരാം എന്നൊക്കെയുള്ളൊരു സംസാരം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത്, നമുക്ക് നടക്കുന്ന അത്രയും നടക്കാം, എന്നിട്ട് തണുപ്പ് വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിൽ ഞങ്ങളങ്ങ് നടന്നു. ഞങ്ങളങ്ങനെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ആയിട്ട് മലയിലേക്ക് മേലെ 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 കയറിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതരം എനർജി ഉണ്ടായിരുന്നു. എവിടുന്നോ കിട്ടിയ ഒരു എനർജിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് നന്നായിട്ട് സമയം വൈകിയപ്പോഴായിരുന്നു ഒരു ടെമ്പറേച്ചറൊക്കെ എനിക്ക് തോന്നുന്നു ഒരു -10 എന്തായാലും അവിടെ ഉണ്ടാകും. -10 കൂടുതലായിരിക്കും എന്തായാലും. അങ്ങനെ ഒരു ടെമ്പറേച്ചറൊക്കെ എത്തിയ സമയത്താണ് നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത്, നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് തിരിച്ചു പോകുക എന്ന് പറയുന്നത്, എന്താ പറയുക, ബൈജി എന്ന് പറയുന്നത് അവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്ക് ലീഡേഴ്സ് ഒക്കെയാണ്. പക്ഷേ പുള്ളിക്ക് ഡേ ലൈറ്റിൽ മാത്രമേ പുള്ളിക്ക് വഴി മനസ്സിലാവുള്ളൂ. രാത്രി പുള്ളിക്ക് വഴി മനസ്സിലാവില്ല. അത് കാരണം പുള്ളിക്ക് അറിയില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഞങ്ങൾ ലിറ്ററലി നമ്മളിവിടെ ട്രാപ്പായി. അന്ന് രാത്രി അവിടെ പെട്ട അവസ്ഥ. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഞാനും വൈഫും അങ്ങനെ പാനിക് ആയൊന്നുമില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഫുള്ള് അഡ്വഞ്ചർ മൈൻഡിലാണ്. നമ്മൾ എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ഇതിലാണ്. കാരണം നമ്മളെ മുന്നിൽ ബായിജി നിൽക്കുന്നുണ്ട്. അവൻ അവിടുത്തെ ലോക്കലാണ്. അവന് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവൻ്റെ കൂടെയാണ് വന്നത്. എന്ത് സംഭവിച്ചാലും, ഇനിയിപ്പോൾ അവിടെ ഒരു കരടി വന്ന് നമ്മളെ കടിക്കാൻ വന്നാൽ വരെ അവൻ നോക്കിക്കോളും എന്നുള്ളൊരു സാധനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ പുള്ളി കുറച്ച് ടെൻസ്ഡ് ആയിട്ട് പോലെ എനിക്ക് തോന്നി. പക്ഷേ പുള്ളി പുറത്ത് കാണിച്ചില്ല. കാരണം പുള്ളിക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി അവിടുത്തുകാരനാണ്. അവിടുത്തെ കാലാവസ്ഥ നന്നായിട്ട് അറിയുന്ന ആളാണ് പുള്ളി. അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നും പുള്ളിക്കറിയാം. അത് കാരണം പുള്ളി കുറച്ച് ടെൻസ്ഡ് ആയ പോലെ നമുക്ക് തോന്നി. പിന്നീട് ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തു. അതായത് നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്നില്ല, നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നു. പക്ഷേ ഞങ്ങളതിൽ ടെൻറ്റില്ല, സ്ലീപ്പിംഗ് ബാഗില്ല, ഫുഡില്ല, ഒന്നുമില്ല. വെള്ളമുണ്ട്. വെള്ളം 3 പേരും എനിക്ക് തോന്നുന്നു 2 ലിറ്റർ വെച്ചിട്ട് വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ഒരു അരുവി അവിടെ സ്പോട്ട് ചെയ്തിരുന്നു. കുറച്ച് താഴെ നടന്നു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയില്ല. പിന്നെ നമ്മളതിൽ വെള്ളം കളക്ട് ചെയ്യാനുള്ള ഒരു ബാഗും ഉണ്ടായിരുന്നു, വെള്ളം എടുക്കാനുള്ള ഒരു 10 ലിറ്റേഴ്സിൻ്റെ ഒരു സാധനം. വെള്ളം നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. പിന്നെ ഫുഡ് ഒരു വിഷയമായിരുന്നു. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. കാരണം അവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടാൻ യാതൊരു വഴിയുമില്ല. കാരണം വിൻ്ററാണ്, ഒരു സാധനം മുളക്കാത്തൊരു സമയമാണ്, എല്ലാം കരിഞ്ഞു കിടക്കുന്ന സമയമാണ്. പിന്നെ ഹണ്ടിങ് ഒന്നും പോസിബിൾ അല്ലല്ലോ, നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്ന സംഗതിയാണ് അതൊക്കെ. ഞങ്ങൾ ആക്ച്വലി ആ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. ഫുഡ് ഓക്കെ ആണ്, വിശപ്പുണ്ട് എല്ലാവർക്കും. പക്ഷേ ഫുഡ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ആകെ ഒരു കാര്യം വേണ്ടത്, നമുക്ക് വെള്ളമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടാണ് നമുക്ക് വേണ്ടത്. കാരണം വിൻ്ററാണ്, ഞാൻ പറഞ്ഞ പോലെ -10 കൂടുതൽ തണുപ്പുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു തീ നമ്മൾ കെടാതെ നോക്കണം. അത് നമ്മുടെ മനസ്സിലും വേണം. അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്ങിൽ ഒരു തീ വേണം നമുക്ക്. എന്നാലേ നമുക്ക് രാവിലെ വരെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുത്തു. അതായത് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പൈൻ കോൺ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അതുപോലെ എൻ്റെ വൈഫ് മറ്റേ ഇത് കത്തിക്കാനുള്ള വിറകുകൾക്കായിട്ട് നമ്മൾ ഒരേ ലൊക്കാലിറ്റി തന്നെ, അവിടെ ഇവിടെ ഒന്നും പോയിട്ടില്ല. ബായിജി അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ശേഖരിക്കുക എന്നുള്ള 3 ആൾക്കും ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി. അപ്പം ഞാൻ അവിടെ എന്ന് പറയുന്നത് ആൾക്കാരും വരാത്തൊരു സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കാം ഒരു പക്ഷേ കുറേ കാലത്തിന് ശേഷം അവിടെ വന്നിട്ടുണ്ടാകുന്ന ആൾക്കാർ. കാരണം അവിടെ വേസ്റ്റോ ഒന്നുമില്ല, ഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്നതായിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ഞങ്ങൾ ചാണകം കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് യാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കാം. യാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ.
അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ജാക്കറ്റ് ഊരി അതിനകത്ത് മൊത്തം പൈൻ കോൺ നിറച്ചിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയിരുന്നത്. തണുപ്പായിരുന്നു, ഓഫ് കോഴ്സ് തണുപ്പായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു സർവൈവൽ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്യാം എന്നുള്ള ഒരു ഇതിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാളുടെ ഡ്യൂട്ടിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. കാരണം നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ. അതിൻ്റെ ഒരു തളപ്പാണ് നമുക്കുള്ളത്. നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ വന്നല്ലോ. കാരണം അതൊരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു സർവൈവൽ സിറ്റുവേഷൻ. നമ്മൾ വഴിയൊക്കെ തെറ്റി ഒരു സ്ഥലത്ത് പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അവിടുന്ന് നമ്മൾ സർവൈവ് ചെയ്തിട്ട് പിറ്റേന്ന് തിരിച്ചു വരുന്നു. അതൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സ്വപ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മളെത്തി. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല. നമ്മൾ തീയൊക്കെ കൂട്ടി ഈ തീ കെടാതെ നോക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം തീ കെടുന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത വിറക് വെക്കണം. അതിനനുസരിച്ച് നമ്മൾ വിറക് എടുക്കണം പോയിട്ട്. അപ്പം നമ്മളൊരു ചെറിയ റേഡിയസുള്ള വിറകുകളൊക്കെ നമ്മൾ ഒരു 1 1/2 2 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർത്തു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ കൂടുതൽ റേഡിയസ് നമ്മൾ വലുതാക്കണം. ഈ വിറകെടുക്കുന്നതിൻ്റെ റേഡിയസ് വലുതാക്കണം. അപ്പോൾ നമുക്കൊരു പണിയുള്ളൂ. നമ്മൾ പോയിട്ട് വിറകെടുക്കുന്നു, ഇതിവിടെ തീയിൽ വെക്കുന്നു, അത് കത്തിത്തീരുന്നു, വീണ്ടും നമ്മൾ പോകുന്നു. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി. അതായത് ടെമ്പറേച്ചറും കുറച്ചുകൂടെ താഴ്ന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് തിരിച്ച് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് അവിടെയും സർവൈവ് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് പോകാമെന്ന് മാത്രമേ ഓപ്ഷനുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മളൊരു സൈക്ലിക് പ്രോസസ്സ് പോലെ നമ്മൾ പോയിട്ട് വിറകെടുക്കുന്നു, അത് തീയിലിടുന്നു, അത് കത്തിക്കുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചെങ്ങോട്ട് വഴി അറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെ ബായിജി പുള്ളിക്കറിയാവുന്ന, പുള്ളി പഠിച്ചിട്ടുള്ള സ്കില്ലൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് പോകാമെന്നുള്ളൊരു ഇതിൽ അവനെത്തി. പക്ഷേ ആ സമയത്തും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടൂറിസ്റ്റുകളാണ്. ഇവൻ തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവൻ വിറകെടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡി, പോയി വിറകെടുക്കാൻ റെഡി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഇവൻ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നു, പുള്ളി പെട്ടുപോയൊരവസ്ഥയിൽ. ഞാൻ ആദ്യമായിട്ടായിരുന്നു അവനെ കാണുന്നത്, ആദ്യമായിട്ട് അവസാനമായിട്ട് ഒന്നാണ് കണ്ടത്. പുള്ളിക്ക് എങ്ങനെയും നമ്മളെ തിരിച്ചെത്തിക്കണം. പുള്ളി ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് പോകും. അത് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പം നമുക്കും അങ്ങനെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാലോ, ടെമ്പറേച്ചർ അത്രയും ഇതിലൊന്നും നമ്മൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഉൽക്ക തപ്പിയായിരുന്നു ഞങ്ങൾ അന്ന് ആ ട്രെക്കിന് പോയത്. പക്ഷേ നമ്മുടെ തീരുമാനം കുറച്ച് പാളിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നു. അന്നത്തെ ആ വിൻ്ററിൽ -10 or 15 ടെമ്പറേച്ചറിൽ നമ്മൾ 3 പേരും അന്ന് ശരിക്കും ആ മലയുടെ മുകളിൽ ട്രാപ്പായി. നമ്മൾ ശരിക്ക് ഇത്ര ഭയങ്കര ലാഘവത്തോടെയാണ് ഞാനിത് പറഞ്ഞു തീർത്തത്, ഇങ്ങനൊരു ട്രാപ്പായ ഒരു കഥയും ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മളത് ഭയപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഈ പറയുന്ന പാർവതി വാലി ഉൾപ്പെടുന്ന മൊത്തം ഏരിയ വേറൊരു നിക്നെയിമിലാണ് ഫോറിനേഴ്സൊക്കെ വിളിക്കുന്നത്. അതായത് ബെർമുഡ ട്രയാങ്കിൾ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ് അവരത് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ പലതും നടക്കുന്നു, പല വിമാനങ്ങളും കപ്പലുകളൊക്കെ ഡിസപ്പിയർ ആവുന്നു. ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡിസപ്പിയർ ആവുന്നത് മനുഷ്യരാണ് ഡിസപ്പിയർ ആവുന്നത്. അതായത് പെട്ടെന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളോ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നില്ല. എന്താ പറയുക, നമ്മൾ മാത്രമായിട്ട് തിരിച്ചു വരേണ്ട ഒരവസ്ഥ. നിങ്ങൾ ബർഷേനി ഡാമിൻ്റെ ആ സൈഡിലൊക്കെ പോയിട്ട് നെക്താൻ വില്ലയിലൊക്കെ നടക്കുന്ന സമയത്ത് കീർഗംഗയിലുള്ള ആ റൂട്ടില്ലേ, കീർഗംഗ ട്രക്കിൻ്റെ എൻ്റയർ റൂട്ടിൽ നിങ്ങൾക്ക് മരത്തിലൊക്കെ കുറേ പോസ്റ്റർ കാണാം. ഓരോ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ഫോറിനേഴ്സിനെ കാണാം. എന്നിട്ട് മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും ഇതൊക്കെ ആയിട്ട് അതവിടെ കഴിയും. പിന്നെ ആൾ തിരിച്ചു വരില്ല, ആളുടെ ബോഡിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പം ബെർമുഡ ട്രയാങ്കിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് വിളിക്കുന്നു. എൻ്റെ ബായിജി ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ആദ്യം മടൽ വെട്ടി അടിക്കും. കാരണം അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതൊരു വേറൊരു സത്യമാണ്. കാരണം നമ്മൾ എല്ലാ നാട്ടിലും പോയി കളിക്കുന്ന പോലെ നമുക്ക് എന്താ പറയുക, ആ ഒരു ഭയങ്കര ഒരുപാട് ട്രക്ക് ട്രേഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം സ്റ്റീപ്പി ആയിട്ടുള്ള മൗണ്ടൻസ് ഉണ്ട്, കൊക്കകളുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടെ കൊണ്ടായിരിക്കാം ഇത്. പിന്നെ നേച്ചർ മാത്രമല്ലാതെ അവിടുത്തെ ആൾക്കാരും ഒരു ഫാക്ടറാണ്. എൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ വളരെ നല്ല മനുഷ്യരാണ് അവിടുത്തെ. പക്ഷേ നമ്മൾ എത്രത്തോളം നന്നായി നിൽക്കുന്നു അത്രത്തോളം മാത്രമേ അവർ നന്നായി നിൽക്കുന്നുള്ളൂ. നമ്മൾ മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല പണി അവർ തരും. നമ്മൾ തന്നെ നമുക്ക് അനുഭവങ്ങളൊന്നുമില്ല, നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യാൻ പോയിട്ടില്ല ഇതുവരെ. അല്ലാതെ തന്നെ നമ്മൾ കാണാറുണ്ട് മിക്ക കഫേകളും ഒക്കെ ക്ലിഫിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ്. അതായത് ഭയങ്കര കൊക്കയായിരിക്കും താഴെ. അവിടെ പോയിട്ട് ആരെങ്കിലും പുറത്തുനിന്നുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വരത്തന്മാർ വല്ല അലമ്പും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലിഫിൽ നിന്ന് നേരെ തള്ളി താഴേക്കിടും. നേരെ പാർവതിയിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ പഴയ ആൾക്കാരുടെ ഒരു ചൊല്ലുണ്ട്, പാർവതിയിൽ എന്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾ തിരഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടില്ല. അതിപ്പോൾ മനുഷ്യനായാലും പശുവായാലും നിങ്ങളുടെ വാച്ചായാലും ഗോൾഡായാലും എന്തായാലും പാർവതി പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം അവിടെയുണ്ട്. അപ്പോൾ അതും ഇതിനൊരു ഫാക്ടറാണ്. കാരണം നമ്മളും കുറേ കണ്ടിട്ടുണ്ട് ഈ തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ
ഈ നമ്മൾ പോകുന്ന ട്രക്ക് റൈഡ്സിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് അവർ കാട്ടാടിനൊക്കെ വെടിവെക്കാനാണ് നിൽക്കുന്നത്. അതിനൊന്നും അവിടെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി ഇങ്ങനെയാണ്. അവരുടെ അടുത്ത് നിങ്ങൾ നല്ലവണ്ണം നിന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും. ഇത്രയും നല്ല ആൾക്കാർ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ അത്രയും നന്നായിട്ട് അവർ സ്നേഹിക്കും. പക്ഷേ അവരെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് 2016 അന്ന് ഈ തോഷ് വില്ലേജിലേക്കുള്ള റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ മണികരണിൽ ഞങ്ങൾക്ക് ബസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ നമുക്ക് ബസ് വന്നില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഷെയർ ടാക്സി ആയിരുന്നു കിട്ടിയത്. അതായത് ടാറ്റാ സുമോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷെയർ ടാക്സിയിൽ അവരൊരു ഗ്രൂപ്പായിരുന്നു. പുറത്ത് നിന്നുള്ള 2 പേര്, ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രം. അങ്ങനെ ഞങ്ങളും ആ ഗ്രൂപ്പിനൊപ്പം ജോയിൻ ചെയ്തിട്ട് മേലെ ബർഷേനിയിലേക്ക് ഞങ്ങൾ ഷെയർ ടാക്സിയിൽ പോന്നു. അങ്ങനെ അതിലൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ഞാനുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി. പക്ഷേ എനിക്ക് ഞാൻ സ്ട്രേഞ്ചേഴ്സുമായിട്ട് അങ്ങനെ പെട്ടെന്ന് മിങ്കിളാവാൻ കുറച്ച് പണിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്കതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനധികം സംസാരിക്കാൻ പോയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അധികം മിണ്ടാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ ബർഷേനയിൽ ഇറങ്ങി. എന്നിട്ട് എന്താ പറയുക, അവിടുന്ന് നമ്മൾ സ്പ്ലിറ്റായി. കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും വേറെ റൂട്ട്, ഇവർ വേറെ റൂട്ട്. അങ്ങനെ തോഷിലേക്ക് ഞങ്ങൾ ട്രെക്ക് ചെയ്ത് പോകാനായിരുന്നു തീരുമാനിച്ചത്. കാരണം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കാൽനട യാത്രയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. കാരണം ടൈറ്റ് ബഡ്ജറ്റിലൊക്കെ ആയിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ട്രെക്ക് ചെയ്ത് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഈ പറഞ്ഞ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ അവർ വന്ന ടാക്സി ആയിരുന്നോ അല്ലെങ്കിൽ വേറെ ടാക്സി ആയിരുന്നോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങോട്ട് അന്ന് ആൾട്ടോ മാത്രമേ പോകായിരുന്നുള്ളൂ. അങ്ങനെ അവർ ആൾട്ടോയിൽ പോകാനുള്ള ഡിസിഷനിൽ, ഞങ്ങൾ നടന്നും പോകാനുള്ള ഡിസിഷനിൽ ഞങ്ങളെത്തി. അങ്ങനെ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അതായത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ തോഷിലേക്കുള്ള വഴി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞുള്ള മല, ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരു വയനാട് ചുരം എന്ന് പറഞ്ഞാൽ പോലും അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വീതി കുറഞ്ഞ റോഡുമാണ്. അതിലും കുറച്ചുകൂടെ സ്റ്റീപ്പിയാണ്. അങ്ങനെയുള്ളൊരു റോഡ്. നല്ല മഴയും നല്ല തണുപ്പും. അതായത് വിൻ്ററിലാണ് ഈ കഥ നടക്കുന്നത് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളവിടുത്തെ ഒരു അപ്പൂപ്പൻ, അതായത് അവിടുത്തെ തോഷിലെ വില്ലേജിലെ ഒരാളായിരിക്കാം. പുള്ളി റോഡ് സൈഡിൽ വീണ് കിടക്കുവാണ്. അതായത് അവരുടെ ഒരു അറ്റയർ ഉണ്ടല്ലോ, അവരുടെ ആ തൊപ്പിയും കുല്ലു ക്യാപ്പ്, അതും അവരുടെ ആ കോട്ടും അതൊക്കെ ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരാൾ കിടക്കുന്നു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഈ എന്താ പറയുക, ഈ സോഷ്യൽ സർവീസിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമുക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ സഹായിക്കുമല്ലോ. നമ്മളിങ്ങനെ കേരളത്തിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആണല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ആ ഒരു മോട്ടീവിൽ പുള്ളിയോട് പറഞ്ഞു. പക്ഷേ പുള്ളി താല്പര്യമില്ല. പുള്ളി പറഞ്ഞു, അത് വെള്ളം അടിച്ച് കിടക്കുവാണ്, നീ എന്തിനാണ് അത് നോക്കാൻ പോകണ്ട. അങ്ങനെ എന്താ പറയുക, എനിക്കത് ഭയങ്കര വിഷമമായി. പിന്നീട് ഞാൻ പുള്ളിയോട് 2-3 പ്രാവശ്യം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമുക്ക് അയാളെ പിടിച്ച് അറ്റ്ലീസ്റ്റ് എണീപ്പിച്ചിട്ടൊരു മഴ കൊള്ളാത്ത സ്ഥലത്തെങ്കിലും നമുക്ക് മാറ്റാമെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഞാൻ 2-3 പ്രാവശ്യം പുള്ളിയോട് പറഞ്ഞെങ്കിലും എൻ്റെ ഫ്രണ്ട് അതിന് സമ്മതിച്ചില്ല. നീ നടന്നോ, അതൊന്നും നീ നോക്കാൻ പോകണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സെയിം കാര്യം, നീ ഒരു എൻ്റെ വില്ലേജ് ലൈഫിനെയാണ് പുള്ളി കുറ്റം പറയുന്നത്. നീ വില്ലേജിൽ ജീവിച്ച് വളർന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും നിൻ്റെയിൽ ഞാൻ കാണുന്നുണ്ട്. നീ കുറച്ച് കാലം ഒരു മെട്രോ സിറ്റിയിലൊക്കെ വന്ന് നിൽക്ക്, ഇതിലൊന്നും വലിയ കാര്യമില്ല മോനെ. എന്നെക്കാളും പ്രായത്തിന് മുതിർന്ന ആളായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പുള്ളി പറയുന്നത്. അപ്പം അന്ന് എനിക്ക് അധികം വയസ്സില്ല. ഞാൻ 17-18 ആ ഒരു വയസ്സിൽ നിൽക്കുന്നൊരു സമയം. അങ്ങനെ പുള്ളി പറഞ്ഞതിനോട് എനിക്ക് പെട്ടെന്നൊന്നും യോജിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഈ ഒഴുക്കിൻ്റെ കൂടെ നമ്മളങ്ങ് പോകുമല്ലോ. ഞാൻ നോ പറയാൻ മടിയുള്ള ഒരാളാണ്. പുള്ളിയായിരുന്നു അവിടുത്തെ ഒഴുക്ക്. ഞാൻ ആ ഒഴുക്കിൽ ഞാനും അങ്ങ് പോയി പുള്ളിയുടെ കൂടെ. എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് മേലെ എത്തി. ഈ സമയത്ത് ഒരുപാട് ടാക്സികൾ ഇങ്ങനെ നമ്മളെ കവർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ട്രക്ക് ചെയ്ത് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ ആ ഒരു വൈബിൽ 2-3 ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. നല്ലൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു സാധനം നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു മുഖം തന്നെ മനസ്സിൽ. കാരണം നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഈവൻ വെള്ളമടിച്ചാൽ തന്നെ നമ്മൾ പോയി നോക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, വെള്ളമടിച്ചാണ് നീ മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ നമ്മുടെ ഒരു ഇതാണല്ലോ അതൊക്കെ. അങ്ങനെ ഞങ്ങൾ മേലെ എത്തിയ സമയത്ത് ഞാൻ കാണുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഷെയർ ടാക്സിയിൽ വന്നിരുന്ന ആ കുട്ടിയും ഗ്യാങ് എന്നുള്ളത്, അവർ ഈ അപ്പൂപ്പനെ അവരുടെ ടാക്സി കയറ്റി അവർ ഓൾറെഡി മേലെ എത്തിച്ചിരുന്നു. ഒരു കഫേൻ്റെ ഒരു തിണ്ണയിൽ അയാളെ ഇരുത്തിയിട്ട് എന്തോ ചായയോ കാപ്പിയോ ഫോണിലൊക്കെ വിളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവിടുത്തെ 2-3 ലോക്കൽസും ചുറ്റിലുണ്ട്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാം അവർ സഹായിച്ചു, നമ്മളത് ചെയ്തില്ല എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, എനിക്ക് ആ ഒരു നമ്മൾ കാറിൽ പരിചയപ്പെട്ട ആ കുട്ടിയോട് എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഒന്നും സംസാരിക്കാൻ പോയില്ല. എനിക്കിങ്ങനെ
ഈ ഈ വെറുതെ വർത്താനം പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം പിന്നീടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ളത്. കാരണം അതൊരു ലവ് സ്റ്റോറി കൈൻഡ് ഓഫ് തിങ് ആണെന്ന് ആരും വിചാരിക്കരുത്. കാരണം ആ ആൾ എന്നേക്കാളും അന്നത്തെ എൻ്റെ വയസ്സിനേക്കാളും ഒരുപാട് മൂത്ത ആളായിരുന്നു. പക്ഷെ എന്നാലും നമുക്കുണ്ടാവുമല്ലോ നമുക്കൊരു നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരാൾ ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു സംഗതി. അങ്ങനെ ഞാൻ തോഷിൽ 2-3 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. 3-4 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ തോഷ് എന്ന് പറയുന്നത് ചെറിയൊരു വില്ലേജാണ്. ഒരു 10, 100, 200 ബിൽഡിംഗ് ഒക്കെയുള്ള ആ സമയത്ത്. മാക്സിമം പോയ ഒരു 100 ഒക്കെ ആയിരുന്നു. 100ഉം ഉണ്ടാവില്ല. അതിലും കുറവായിരിക്കും ആ ഒരു സമയത്ത്. എന്നിട്ട് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു, "എനിക്ക് ആ കുട്ടിയായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്." അപ്പോഴും പുള്ളി എന്നെ കളിയാക്കുമായിരുന്നു. അത് കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു, "ആ ഇത് ചെറിയൊരു സ്ഥലമല്ലേ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കൊന്നും വരില്ല. പിന്നെ അവരെന്തോ കോളേജിൽ നിന്നോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളതാണ്. അവർ കുറേ ദിവസം ഇവിടെ ഉണ്ടാവും. നമുക്ക് കാണാടാ" എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് ആ പുള്ളിക്കാരിയെ എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസം ഞങ്ങളവിടെ താമസിച്ച് ഞങ്ങളിറങ്ങി. ഞങ്ങൾ മലയിറങ്ങി. കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ ഊണിലും ഉറക്കത്തിലും ഇയാളെ കണ്ടേ പറ്റൂ എന്നുള്ള ഒരു വികാരത്തിലൊന്നും അല്ല കേട്ടോ. കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 3-4 ദിവസമായിട്ട് കാണണമെന്ന് വിചാരിച്ച് നടന്ന ഒരാൾ പെട്ടെന്ന് മുന്നിൽ വരുവാണ് നമ്മുടെ. പക്ഷേ ആളോട് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കണ്ടത് ഡാമിൻ്റെ ചുമരിലുള്ള ഒരു മിസ്സിംഗ് പോസ്റ്ററിൽ. അത് ആ കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖസാദൃശ്യമൊക്കെ ഒരു ഏറെക്കുറെ പുള്ളി തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പേരൊന്നും നോക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പേരൊന്നും നോക്കാൻ പോയില്ല. പേരെനിക്ക് ഇന്നറിയാം. പക്ഷേ എന്താ പറയുക നമ്മൾ ഇതൊക്കെ ഒരു ആരോ എഴുതി വെച്ച പോലത്തെ ഒരു സംഗതികൾ. ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്മളൊരു മൈൻഡിലൊരു ഡിസിഷനിലെത്തുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് ഭയങ്കര എന്താ പറയുക വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്ന ഭയങ്കര ഒരു അനുഭവമായിപ്പോയി. ഞാൻ സത്യം പറയാൻ നമ്മൾ ലൈഫ് പഠിച്ച ഒരു ഇതായിരുന്നു. നമ്മൾ ആരെയും ഒരു അപ്പിയറൻസിലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ള പാഠങ്ങളൊക്കെ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് ഒരാൾ പഠിക്കുന്ന അല്ല ഒരാൾ പറഞ്ഞു തന്നിട്ട് ഞാൻ പഠിക്കുന്ന പോലെയല്ല. നമ്മൾ നേരിട്ട് ലൈഫിൽ നിന്ന് അത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. പിന്നീടുള്ള എല്ലാ യാത്രകളിലും ഞാൻ തെരഞ്ഞതും ഈ മുഖമായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും കാണാൻ കഴിയാതിരുന്നതും ഇതേ മുഖം തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നതിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ വില്ലേജിനെ നമ്മൾ പുറത്തുള്ള ആൾക്കാർ ഓരോ ഇരട്ടപ്പേരിട്ടൊക്കെ വിളിക്കുന്നത് അവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നതിൽ ഇതൊരു മിത്തല്ല. അതായത് ബെർമുഡ ട്രയാങ്കിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പാർവതി വാലി എന്ന് പറയുന്ന വില്ലേജ് ഒരു മിത്തല്ല ഒരിക്കലും. നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സത്യമാണത്. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കഥകളൊക്കെ എൻ്റെ മനസ്സിൽ ആ അനുഭവങ്ങളൊക്കെ ഉള്ള നമ്മൾ തന്നെയാണ് ഈ ഉൽക്ക തപ്പി പോയിട്ട് മലയിൽ കുടുങ്ങിയതും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും. പക്ഷേ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക അനുഭവങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് ദോഷമായി ഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ ആ ഒരു സമയത്തെന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേഡായിരുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അതിനേക്കാളൊക്കെ വലുതെന്താ നമുക്ക് ഈ ഒരു ക്രേസാണ്. നമ്മൾ ഫോസിൽ അതുപോലെ മെറ്റിയോർ ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ പുറകെയുള്ളൊരു ക്രേസിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തില്ല. ഞാനതിപ്പോൾ റീകോൾ ചെയ്ത സമയത്തായിരുന്നു എനിക്കത് വീണ്ടും ഓർമ്മ വന്നത്. നമ്മൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് നമ്മൾ വീണ്ടും സെയിം മിസ്റ്റേക്ക് തന്നെ നമ്മൾ കാണിച്ചു. പക്ഷേ അന്ന് ബൈജി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും പറ്റാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റി. ട്രാവലിസ്റ്റയുടെ ഈ സ്റ്റുഡിയോയിൽ വരാൻ കഴിഞ്ഞതിലും ഈ കഥ എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നമുക്ക് എന്തായാലും മറ്റൊരു അവസരത്തിൽ ഇതേപോലൊരു വേദിയിൽ വെച്ച് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാം.